മ്യൂട്ടാക്ക് ക്യൂട്ടാക്ക്. നാളെ സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ്. ഓനെ മ്യൂട്ട്. ജിത്തുനെ കാണിക്ക. ജിത്തുനെ കാണിച്ചിട്ട് നിങ്ങൾ വിടുള്ളൂ. കണ്ണാപ്പി എന്ത് പറ്റണ? ചാച്ചുവിന് സൂചി കുത്തി ഗൈസ്. ട്രിപ്പ് ഇടാൻ പറഞ്ഞ്. ഇല്ല, ഓക്ക് കുഴപ്പമില്ല. ഓക്ക് ഇഞ്ചക്ഷൻ വെക്കണോ ട്രിപ്പ് ഇടണോ ഒന്നും പേടിയില്ല. ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം കുറച്ച് കുടിച്ചാൽ മതിയല്ലോ. അതിൻ്റെ എളുപ്പപ്പണി നോക്കുന്നതാണുള്ളത്. ഛർദി, വയറുവേദന ഒക്കെ ഉണ്ട്. വേദന ഉണ്ടോ ചാച്ചു? വേദന ഉണ്ടോ? ചാച്ചുവിനെ കുത്തി കേസ്. ചാച്ചുവിനെ കുത്തി കേസ്. ഇനി പോയി കിടക്കുക. ചാച്ചു ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലക്ക? വെള്ളം കുടിക്കൂല. ഒരു വെള്ളം കുടിക്കൂല. നോമ്പെടുത്തില്ലേനോ ഇതിൻ്റെ മേറാജിൻ്റെ അന്ന്? പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും മൂത്രക്കടച്ചിൽ ഇളകിയിട്ട് ആകെപ്പാടെ കിടന്ന് പൊരിയേരും. എന്താ കാട്ടണ്ടേന്നറിയാതെ. 2 കുപ്പി ചോരേ. എടി പെണ്ണ, അതിൻ്റെ അടിയിൽ ഇത്തിരിയേ ഉള്ളൂ എടുത്തിട്ട്. 2 കുപ്പി ചോരേ. ഓന് ഒതുങ്ങി നിൽക്കാൻ ഞാൻ ഓനെ സൂചി വെക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത് ഒതുങ്ങി നിൽക്കണം കേട്ടോ, ഹോസ്പിറ്റലിലാണ്. നിങ്ങൾക്ക് ഗ്ലൂക്കോസ് സെറ്റുണ്ടാ? സെറ്റുണ്ടാ? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞല്ല, ഇവരെ നോക്കണേന്. ഇതുണ്ടോ? ഇങ്ങോട്ട് നോക്കി നോക്കാം. അങ്ങോട്ടൊക്കെ ചിരിക്കണോന്. അല്ലോ പല്ല്. കാല് താഴെ വെക്കും ജിതു. ഒതുങ്ങി കിടക്ക്. ജാജുവിന് ഇഞ്ചക്ഷൻ വെച്ച മാതിരി അന്നേം വെക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർക്ക് പാവം തോന്നിയിട്ട് ഡോക്ടർ ഗ്ലൂക്കോസ് ഏറ്റം പറഞ്ഞോന്ന്. വെള്ളം കുടിക്കൂല പറഞ്ഞപ്പോ. ഇതിനൊന്നും ഇഞ്ചക്ഷൻ വെക്കണതും പേടിയില്ലല്ലോ. അതാണ് ഇപ്പൊ വലിയ ഇടങ്ങേറായത്. ആ എന്നാ പിന്നെ അങ്ങനെ പറയുമ്പോ ഉണ്ടാവുമല്ലോ വെള്ളമൊക്കെ കുടിക്കുക. അത് അതും ഇല്ല. ഇപ്പൊ മാറി. ആര്? ചെറുപ്പത്തിൽ കുളിപ്പിക്കുക. ഈ എന്തിനാ ഇവളെ കൂടെ വന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ക്ലാസ്സിൽ ഇരുന്നൂടേനോ? 15-ാം തീയതി ആനുവൽ ഡേ അല്ലേ സ്കൂളിൽ? ഈ പോവും. എൻ്റെ ഡാൻസ് ആണോ? നീ പോണ്ട. ഇത്രയും കൊറേ ദിവസത്തിന്റെ ഇടക്ക് ഇന്നലെ ഇപ്പൊ നിങ്ങളൊന്നും പോയില്ലായിരുന്നു. ആ ഇപ്പൊ പറഞ്ഞ ടൂർ പറഞ്ഞേക്കുണ്ടായിരുന്നു. പോയിട്ട് വരുമ്പത്തിന് ഇനി കുഴപ്പമായാലോ? ജിതു ഒതുങ്ങിയിരിക്ക്. ഇത് വല്ലാത്തൊരു പുഷ്പാണ്. പുതിയ ഡയമണ്ട് ഒക്കെ മേടിച്ചല്ലോ. പുതിയത് വാങ്ങി. ഒന്നും നോക്കിയില്ല. പുതിയ വാങ്ങി. രസല്ലേ? നല്ല വരുമാനല്ലേ? ഒന്നും നോക്കിയില്ല. പുതിയ വളാങ്ങി. രസല്ലേ ഗൈസ്? പുതിയ വള എനിക്ക് ഇഷ്ടപ്പെടണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാ.
പാവ ഇത്രയും ദിവസം വാപ്പച്ചിക്കോ ഇത്രയും ദിവസം നിങ്ങൾക്ക് പോയില്ലേനല്ലോ ഇന്ന് നല്ല പണിയിട്ടില്ലേ ഇന്ന് ഓട്ടം പോയാ മതിയെന്നോന്ന് വാപ്പച്ചി നല്ല ചിരിച്ചിട്ട് ഇങ്ങനെ കൊയ്യുന്നുണ്ടോന് ജിത്തു ഒളിഞ്ഞിരിക്കുകയാണ് ജിത്തുവിനെ കാണണ്ടാന്ന് നോക്കട്ടെ സൂചിച്ചേച്ചി ഊരി ജിത്തുനെ കാണിക്ക ജിത്തുനെ കാണിച്ചിട്ട് നിങ്ങൾ വിടുള്ളൂ നല്ലാണ്ട് കിട്ടും എൻ്റെ അടുത്തുനിന്ന് ജിത്തുനെ കണ്ടില്ല എന്നെല്ലാരും പറഞ്ഞു ഇതാണ് ജിത്തു നിങ്ങൾക്ക് രണ്ടാക്കും സുഖമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നേ ഇത് കണ്ടിട്ടുണ്ട് ഒരു സൂക്കടും തോന്നില്ലല്ലോ ഇതുണ്ടോ ഗ്ലൂക്കോസ് സെറ്റപ്പൊക്കെ മാറി അതവിടെ ഇരുന്നോട്ടെ ചച്ചു സോസൊന്നും അധികം കൂട്ടണ്ട എനിക്ക് അല്ലെങ്കിലേ ഫുഡ് ഇൻഫെക്ഷനാ ഇനി നാളെ സ്കൂൾ പോവില്ല നാളെ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞാലൊന്നും വരൂലേ ചച്ചു നാളെ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞാലൊന്നും വരില്ലാന്ന് എനിക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം ഈ എന്താ ബ്ലാക്ക് ഫോറസ്റ്റ് മ്യൂട്ടാക്ക് ക്യൂട്ടാക്ക് നാളെ സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ് ഓനെ മ്യൂട്ടാക്കി കൊടുക്കണമെന്ന് അതങ്ങനെ ഇരിക്കുക പപ്സ് വേണോ നിങ്ങൾക്ക് പപ്സ് വേണോ മര്യാദക്കായ തിന്നിട്ട് നീറ്റ് കൂടി പൊഴിയുന്നില്ല നോക്കട്ടെ മീശമ്മലുണ്ട് എല്ലാരും പറഞ്ഞേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ഭക്ഷണം കാണുമ്പോൾ ഭയങ്കര ആർത്തിയേക്കുന്നു നോക്കിയോക എടി ആകെ കുറച്ച് സമയം ഹോസ്പിറ്റൽ ഇതൊന്നും പോകാൻ കാണിക്കൂല ആകെ കുറച്ച് സമയം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളൂ ഈ ഒക്കെ പാടെ എക്സ്പ്രഷൻ ഇടല്ലേ കുറച്ച് സമയത്തെ എക്സ്പ്രഷൻ ഇട്ടാൽ ജിത്തുനെ കാണിക്കാൻ പാടില്ല ശരി കേട്ടോ ഞങ്ങൾ കഴിക്കട്ടെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാം ഞാൻ കുറച്ച് മന്ദബുദ്ധിയാണ് തന്നെ ഗ്ലൂക്കോസ് ഒക്കെ കയറിയപ്പോ ഉഷാറായില്ല ചാച്ചു ഗ്ലൂക്കോസ് പൊടി ഇപ്പൊ കാണായിരുന്നു വണ്ടി സ്റ്റാർട്ടാക്കിയില്ല 80 അല്ല മൊത്തത്തില് മധുരം ഉണ്ടാവുകയാണ് ഞങ്ങൾ പെട്ടു ഗൈസ് പറയട്ടക്ക പറയട്ടെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോ ഞങ്ങളെ വണ്ടി സ്റ്റാർട്ടാവില്ല അത് എന്താന്നറിയോ അല്ല വാപ്പച്ചിന്റെ കയ്യിൽ നിന്ന് ആയതുകൊണ്ട് കുഴപ്പമില്ല ഞമ്മളൊക്കെ ആണെങ്കില് ചെവിയില് പഞ്ഞി വെക്കേണ്ടി വരും അപ്പൊ ശരിയായി ജിത്തു വീട്ടിൽ പോയി വേറെ പറ
നമ്മളെ കാറിന് കംപ്ലൈന്റ് ആയപ്പോ കാറിന് കംപ്ലൈന്റ് ഒന്നുമില്ല, ചാവി നിലത്ത് വീണിട്ട് വണ്ടി സ്റ്റാർട്ട് ആയില്ല. നാശായി. വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പൊ ജിത്തുനോട് വാപ്പിച്ചാറില് എടാ വീട്ടില് എക്സ്ട്രാ ചാവിണ്ട്, പോയിട്ട് എടുത്തിട്ട് വാപ്പിച്ചിട്ട് കൂട്ടുകാരിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാക്ക ചേട്ടല്ല വണ്ടി കയറിട്ട് പോയി. അപ്പൊ ജിത്തു പോയിക്കള് ഇപ്പൊ ഞങ്ങള് പള്ളിക്കാവിലെത്തി. ഓരോര് നമ്മള് വരില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഒപ്പൊ ചാവിട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാം വടക്കല്. നിങ്ങക്ക് വല്ലതും മനസ്സിലായോ? പറഞ്ഞു. ചാവി നിലത്ത് വീണിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ജിത്തുവിനെ ചാവി എടുക്കാൻ പുരേക്ക് പറഞ്ഞയച്ച്. ജിത്തു പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അതാണ് ജിത്തുവിനെ പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞ് ഇത്രയും വലിയ എസ്സേ പറഞ്ഞത്. ഇതൊന്നും നോക്കണ്ട, ഒരു അരക്കുപ്പി ഗ്ലൂക്കോസ് ശരീരത്തിൽ കയറിയതിൻ്റെ ഉഷാറാണ്. അപ്പം ശരി, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ചളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.